ഈ വീഡിയോ കുറിച്ച് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ഞാനത് സംസാരിക്കുന്നതിന് മുൻപ് ഞാൻ ഈ ഭജൻസിന്റെ ഒരു സ്ട്രക്ചർ, അതായത് ഞാൻ പറയാം. അതായത് ഈ ഒരു ഭജൻസ് എന്ന് പറയുന്നത് വളരെ നന്നായിട്ട് മ്യൂസിക് പഠിച്ച മ്യൂസീഷ്യന്മാർ പാടുന്ന ഒരു സംഭവമല്ല. ഭജൻസ് എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങളിൽ ആ അമ്പലത്തിലെ വിശ്വാസികൾ ചേർന്നിരുന്ന ഭഗവാൻ അല്ലെങ്കിൽ ദേവിക്ക് സമർപ്പിക്കുന്ന ഒരു സംഗീത അർച്ചന പോലെ ചെയ്തിരുന്ന, അല്ലെങ്കിൽ ദേവിയെ അല്ലെങ്കിൽ ദേവനെ പ്രകീർത്തിക്കുന്ന ഒരു മ്യൂസിക്കൽ ടൈം മാത്രമാണ് ഭജൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനൊരു സിംപ്ലിസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഒരു പാവം ലുക്ക് ഉണ്ട്. ആ ഒരു പാവം ലുക്ക് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ജനങ്ങൾക്കിടയിലേക്കും ഇറങ്ങി ചെല്ലുന്ന ഒന്നാണ്. അത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാനെന്താ ഇത്ര ആധികാരികമായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ, എന്റെ കുട്ടിക്കാലം മുതൽ ഒരു 12ാം ക്ലാസ് വരെയുള്ള കാലഘട്ടത്തിൽ സുന്ദരമ്മ എന്ന് പറയുന്ന ഒരു ആന്റിയുടെ അടുത്ത് ഞങ്ങളുടെ നാട്ടിലെ 10-25ഓളം കുട്ടികൾ ചേർന്ന് ഈ ഭജൻസും ഭഗവത്ഗീതയും രാമായണവും ഒക്കെ പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ആന്റി ഞങ്ങളെ അമ്പലങ്ങളിൽ കൊണ്ടുപോയിട്ട് ആന്റി പഠിക്കും. അതുപോലെ തന്നെ സത്സംഗങ്ങൾ കൊണ്ടുപോകുമ്പോൾ ഞങ്ങളും ആന്റിയും കൂടി എല്ലാ പിള്ളേരെയും കൂട്ടി ആന്റി പോകും. ഞങ്ങൾ അവിടെ പോയിട്ട് ഭജൻസ് പാടും. അപ്പൊ ഈ ഭജൻസ് പാടാൻ വരുന്ന 98% കുട്ടികൾക്കും ഈ പറഞ്ഞ പോലെ സംഗീതത്തിന്റെ ബേസ് എന്നുള്ളവരല്ല, ആന്റി പഠിപ്പിച്ചു തന്നിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ ഭജൻസ് കേൾക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. ആ ആൾക്കാരെന്ന് പറയുന്നത് ഞങ്ങളുടെ ഭക്തിയാണ് കാണുന്നത്. ആ ഞങ്ങൾ പാടുമ്പോൾ ആ ഭക്തി അവരിലേക്കും കൂടി സ്പ്രെഡ് ചെയ്യുന്നു എന്നുള്ള ഒരു വിശ്വാസത്തിന് പുറത്താണ് അവരത് കേൾക്കുകയും ആസ്വദിക്കുകയൊക്കെ ചെയ്തിരുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. കുറെ നാളായില്ലേ, അപ്പൊ അത് കാരണം ചിലപ്പോൾ തെറ്റുകളൊക്കെ വരും, എങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഞാൻ സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം കേട്ടോ. ആത്മാരാമ ആനന്ദരമണ, ഈ ലൈൻ ഒരാൾ പാടും, അതാണ് ലീഡ് ചെയ്യുന്ന ആള്. അതിന്റെ കൂടെയുള്ളവര് ഇതേ ലൈന് ഏറ്റുപാടും. ആത്മാരാമ ആനന്ദരമണ, ആത്മാരാമ ആനന്ദരമണ, അച്യുത കേശവ ഹരിനാരായണ, അച്യുത കേശവ ഹരിനാരായണ, ഭവഭയഹരണ വന്ദിത ചരണ, ഭവഭയഹരണ വന്ദിത ചരണ, യദുകുലഭൂഷണ രാജീവലോചന, യദുകുലഭൂഷണ രാജീവലോചന. ഇനി ഇതിന്റെ സെക്കൻഡ് ടൈം വരുമ്പോൾ സ്പീഡ് കൂടും. ആത്മാരാമ ആനന്ദരമണ, അച്യുത കേശവ ഹരിനാരായണ, ഭവഭയഹരണ വന്ദിത ചരണ, യദുകുലഭൂഷണ രാജീവലോചന, ആത്മാരാമ ആനന്ദരമണ, അച്യുത കേശവ ഹരിനാരായണ, ഭവഭയഹരണ വന്ദിത ചരണ, ഭവഭയഹരണ വന്ദിത ചരണ, യദുകുലഭൂഷണ രാജീവലോചന, ആത്മാരാമ ആനന്ദരമണ, അച്യുത കേശവ ഹരിനാരായണ, ആത്മാരാമ ആനന്ദരമണ, അച്യുത കേശവ ഹരിനാരായണ, ആത്മാരാമ ആനന്ദരമണ. ഇതിങ്ങനെ ഏറ്റുപാടി പോകും കേട്ടോ. ഞാൻ ഈ 4 നിർത്തിയതേ ഉള്ളൂ. ഇതിങ്ങനെ ഏറ്റുപാടി പോകുന്ന സ്പീഡ് ഇങ്ങനെ കൂടി ആ ഒരു സ്പിരിറ്റ് ഇങ്ങനെ കൂടി എല്ലാവരും കൂടി ചിരിച്ച് സന്തോഷിച്ച് പാടി ഈ കൊട്ടി മേളം കയറുന്ന ആളിങ്ങനെ കൊട്ടി പാടി പോകും. അപ്പൊ അവിടെ ഒരു സംഗീതത്തിന്റെ ബേസ് ഒന്നും ആവശ്യമില്ല. അവിടെ ഒരു കൂട്ടായ്മയുടെ സ്നേഹമുണ്ട്. മറിച്ച് ഒരു ഭഗവാൻ ഇങ്ങനെ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കണ പോലെ നമുക്ക് തോന്നും. ഭഗവാൻ ഇങ്ങനെ വന്ന് നമ്മൾ ലാസ്റ്റ് ആത്മാരാമ ആനന്ദരമണ എന്നിങ്ങനെ പാടി നിർത്തുമ്പോൾ ഭഗവാൻ നമ്മുടെ മുന്നിൽ ഉണ്ടെന്ന് നമുക്ക് തോന്നും. രാമൻ അങ്ങനെ നിൽക്കുകയാണെന്ന് നമുക്ക് തോന്നും. അങ്ങനെ ഒരു നിർവൃതിയാണ് ഈ ഭജൻസ് പാടുമ്പോൾ കിട്ടുന്നത്. അതുപോലെ ഈ ശരണം വിളിക്കുന്നത്, സ്വാമിയെ അയ്യപ്പോ അയ്യപ്പോ, സ്വാമിയെ സ്വാമിയെ അയ്യപ്പോ, ഇതൊക്കെ ഉറക്കെയാണ് വിളിക്കുന്നത്. ആ ഉറക്ക വിളിക്കുമ്പോൾ നമ്മളിങ്ങനെ കൂട്ടത്തോടെയാണ് വിളിക്കുന്നത്. ഭയങ്കര രസമാണ് അതൊക്കെ. ഇത് പാടിയിട്ടുള്ളവർക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതിനെ ഏറ്റു ചൊല്ലിയിട്ടുള്ളവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ സിത്താനി ഗ്രൂപ്പ്സിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഇപ്പൊ എന്താ പറയാ, ഇവരെവിടെ ചെന്നാലും പ്രോഗ്രാം തുടങ്ങിയിട്ടില്ല. ഈ പ്രോഗ്രാം തുടങ്ങി പാട്ടിങ്ങനെ പാടി വരുമ്പോഴാണ്, ഭജൻസ് പാടി വരുമ്പോഴാണ് ഇത് കേട്ടിരിക്കുന്നവർ ഇതിലേക്ക് ഇങ്ങനെ ഇറങ്ങി അവർ കൂടെ പാടുന്നത്. അല്ലാതെ അവർ വന്നിരുന്നോട്ടെ നിങ്ങൾ ഞങ്ങളുടെ കൂടെ പാടും, ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇതൊന്നും നടക്കുന്ന കേസല്ല. ഞാൻ ആ ഒരു ലൈനാണ് കണ്ടത്. അതായത് പ്രജാപതി രാമചന്ദ്രക്ക് പാടും പ്രജാപതി രാമചന്ദ്ര, എന്ത് കാര്യമായിരിക്കുന്നു, ഭജൻസ് പാടാനല്ലേ വന്നത് അല്ലേ, അല്ലാതെ ഗാനമേളക്കല്ലല്ലോ വന്നത്. അപ്പോ പക്ഷെ നന്ദഗോവിന്ദ ഭജൻസ് എന്ന് പറയുന്നത് 25 വർഷത്തിന് മുകളിലായി അവർ ഈ അവിടെ ഇവിടെയുള്ള അമ്പലങ്ങൾ ഓറും പാടി നടന്ന് ജനങ്ങളിലേക്ക് ആ ഒരു പാട്ടിങ്ങനെ ഇറങ്ങിപ്പോകുന്നതും ജനങ്ങൾ അത് തിരിച്ചു കൊടുക്കുന്നതും അവരൊന്നിച്ച് പാടുന്നതുമായിട്ടുള്ള ആ ഒരു കൾച്ചറും ആ ഒരു സിസ്റ്റവും മനസ്സിലാക്കിയവരാണ്. സിത്താനിലെ കുട്ടികൾ അങ്ങനെയല്ല. നന്ദഗോവിന്ദ ഭജൻസ് ട്രെൻഡ് ആയപ്പോൾ കുറെ ആൾക്കാർ ഈ ഒരു നന്ദഗോവിന്ദ ഭജൻസിന്റെ റൂട്ട് പിടിച്ച് കുറച്ച് സംഗീതം പഠിച്ചിട്ടുള്ള കുട്ടികൾ ഇതിലേക്ക് വന്നതാണ്. അവർക്ക് യഥാർത്ഥ ഭജനയുടെ റൂട്ട്സ് അറിയില്ല, അല്ലെങ്കിൽ യഥാർത്ഥ സ്ട്രക്ചർ അറിയില്ല. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് മാറ്റാൻ പറ്റും. ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് പിന്തുടരുന്ന രീതിയെ മാറ്റാൻ പറ്റില്ല. അതായത് അൾത്താരയുടെ സൈഡിലെ കുർബാന നടക്കുന്ന സമയത്ത് നിന്ന് പാടുന്ന ഒരു പാട്ടിലെ ഇങ്ങനെ വളരെ വേവി ആയിട്ടാണ് ആ പാട്ട്. അങ്ങനെ വളരെ സുഖമാണ് ആ പാട്ട് കേൾക്കാൻ. ഒരു പ്രത്യേക ഒരു രസമായിട്ടുള്ള ഒരു എന്താണെന്ന് ഈ പറയാം നമ്മൾ. അങ്ങനെ ഒരു
പ്രത്യേകതയുള്ളൊരു ഒരു ഒരു മ്യൂസിക്കൽ സ്റ്റൈലാണ്. അതുപോലെ തന്നെ നമ്മുടെ മാപ്പിളപ്പാട്ടാണെങ്കിലും പണ്ട് കാലങ്ങളിൽ മാപ്പിളപ്പാട്ടിന്റെ മത്സരം ഉണ്ടായിരുന്നു, ഇപ്പൊ ഉണ്ടോന്ന് അറിയില്ല. ആ മാപ്പിളപ്പാട്ട് ഒരു സിനിമ പാട്ടിന്റെ അങ്ങനത്തെ ഒരു അതിന്റെ തന്നെ ബേസ് വന്നിട്ടുള്ള ഒരു ടോണാണുള്ളത്. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ കൈയടിക്കൂലേ, മാപ്പിളപ്പാട്ടൊക്കെ നടക്കുമ്പോൾ നമ്മൾ കൈയടിക്കൂലേ, എന്റെ കൈ റിമോട്ട് പോയതായിരിക്കും. അപ്പൊ ഇനി നമ്മൾ കൈയടിക്കൂലേ എന്ന് പറഞ്ഞ പോലെ പള്ളിയിലെ കുർബാനയ്ക്ക് പാട്ട് തുടങ്ങുമ്പോൾ നമ്മൾ അവിടെ ചെന്ന് കൈയടിച്ചുകൊണ്ടിരിക്കും? ഇല്ല, നമ്മൾ ആ പാട്ട് വളരെ ശ്രദ്ധയോടെ കേൾക്കും. അതാണ് ഏതൊരു ഡിവോഷണൽ സോങ്സിനും അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈലുണ്ട്. ആ ഒരു സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് ആസ്വാദകരെ സൃഷ്ടിക്കാൻ പറ്റുള്ളൂ. കാരണം ഈ ഭജൻസ് അല്ലെങ്കിൽ ഇവർ ക്വയർ സോങ്സ് അല്ലെങ്കിൽ മാപ്പിള പാട്ടുകൾ എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ ജനറേഷന്റേതല്ല. ഇതിന് മുന്നേയുള്ള ജനറേഷൻ ആസ്വദിച്ച് അതിലേക്ക് ഇറങ്ങി അത് പഠിച്ച് അല്ലെങ്കിൽ അതിലൂടെ സഞ്ചരിക്കുന്ന ആൾക്കാരാണ്. അവരുടെ മുന്നിൽ വന്ന് ഈ കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ വളരെ അരോചകം തന്നെയാണ്. അതിന് ഇവർ ചെയ്യാനുള്ളത് ഒന്നും മാത്രമേ ഉള്ളൂ, ഇവരുടേതായിട്ടുള്ള അടുത്തുള്ള അമ്പലങ്ങളിൽ പോയിട്ട് ഇവർ പാടുക, അവിടുത്തെ ജനങ്ങൾ ഇതിൽ ഇൻവോൾവ് ചെയ്യുക, അവർ കൂടെ പാടി ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അങ്ങനെ മനസ്സിലാക്കി വരുന്ന ഒരു ഭജൻ ഗ്രൂപ്പിന് മാത്രമേ ഇവർക്ക് ശോഭിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇവര് ഇതിപ്പോ ഈ പറഞ്ഞ പോലെ റൊമാൻറ്റിക് ആവാനും അല്ലെങ്കിൽ അവിടെ ആ ചേട്ടൻ പാടും, ഈ ചേട്ടൻ പാടും, ഈ ചേച്ചി പാടും, ആ കുഞ്ഞമ്മ പാടും എന്നൊക്കെ പറഞ്ഞാൽ ഇവർക്ക് ഇത് ഹിന്ദുപ്രായോട് കാണിക്കുന്നത് എന്നാണ് ആൾക്കാർ പറയുന്നത്. അത് തന്നെയാണ് ഈ പറഞ്ഞ ഈ ഒരു സിത്താനി ഗ്രൂപ്പ്സിനെ ഒരുപാട് വിമർശനത്തിന് എതിരാക്കുന്നത്. ഇതിനേക്കാൾ ഏറ്റവും വലിയൊരു പോയിന്റ് ഉണ്ട്, എന്താണെന്ന് അറിയാമോ? ആണുങ്ങൾ നടത്തുന്ന ഭജൻസ് ആണല്ലോ ഈ നന്ദഗോവിന്ദ ഭജൻസ്. അവിടെ അവരുടെ സ്റ്റൈലും ഈ പെണ്ണുങ്ങൾ നടത്തുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതായത് പെണ്ണുങ്ങൾ വരുന്നു കുറെ ക്യൂട്ട്നെസ് ആഗ്രഹിക്കുന്നു. അവരൊരിക്കലും അവരുടെ മ്യൂസിക് കൊണ്ട് ആ ജനങ്ങളെ ഞങ്ങളിലേക്ക് അടുപ്പിക്കാനല്ല ശ്രമിക്കുന്നത്. അവർ കുറെ ക്യൂട്ട്നെസ്സും ഇങ്ങനെയൊക്കെ കുഴഞ്ഞു കാണിച്ച് ഇതാണ് അവരുടെ പ്രശ്നം. അത് ചിലപ്പോ ഒരു ഭജൻ ഗ്രൂപ്പിന്റെ ഇതിൽ അത് ശരിയാവില്ല, അത് റിയാലിറ്റിയാണ്. പകരം അവർ ചെയ്യാനുള്ളത്, ഇവർ കുട്ടികളാണ്, എല്ലാം ചെറിയ കുട്ടികളാണ്. നന്ദഗോവിന്ദ ഭജൻസിനെ മുതിർന്ന ആൾക്കാരല്ല, കുട്ടികളായതുകൊണ്ട് തന്നെ ഇവർ ഉറപ്പായും ഈ ഭജൻസിന്റെ ഒരു ട്യൂൺസ് പഠിച്ച് അല്ലെങ്കിൽ അതിന്റെ ഒരു ആത്മാവ് കണ്ടെത്തി അതവർ നല്ല രീതിയിൽ അവർ പാടുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു വലിയ ഫ്യൂച്ചർ ഉണ്ട്. അല്ലെങ്കിൽ അവർ വെറുതെ ഇങ്ങനെ ആൾക്കാർ വിമർശിച്ച് അവരെ ഇങ്ങനെ മോശമായി. ഞാൻ അവരെ വിമർശിക്കുകയല്ല ചെയ്യുന്നത്, ഞാൻ അവരോട് പറയുന്നത് ചിലവർ പഠിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഇതാണ് എനിക്ക് ആ സിത്താനി ഗ്രൂപ്പിന്റെ കാര്യത്തിൽ പറയാനുള്ളത്.